കാര്യം? സാറേ, ഞാനൊരു പാവപ്പെട്ട ആളാണ്. എൻ്റെ മകളുടെ കല്യാണത്തിൻ്റെ ധനസഹായത്തിന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തിരുന്നു. 2 കൊല്ലം ഇതുവരെ കിട്ടിയിട്ടില്ല. അത് കിട്ടുമോ? കിട്ടിയാൽ എനിക്ക് തരണം സാർ. 2 കൊല്ലമായിട്ട് താൻ ഈ ഓഫീസിൽ കയറി ഇറങ്ങിയിട്ടും ഓഫീസ് മര്യാദകളൊന്നും പഠിച്ചില്ലേ? ഓഫീസ് മര്യാദ അത് എടോ, ഏതൊരു ഓഫീസിൽ കയറി ചെന്നാലും ആദ്യം ക്ലർക്കിനെ കാണും. അതെ അതെ. അത് കഴിഞ്ഞ് ഹെഡ് ക്ലർക്ക് കാണും. അത് കഴിഞ്ഞ് സൂപ്രണ്ട്. ഈ ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ എന്ന് പറയില്ലേ, അതുമാതിരി ആദ്യം അവിടെ മേഡത്തെ ചെന്ന് കാണുമ്പോൾ ബ്രഹ്മാവിനെ കാണണം സാറേ. ബ്രഹ്മാവ് ആണാണ്, അത് പെണ്ണല്ലേ, ഭദ്രകാളി മാതിരി. അതെ, ചെയ്യേണ്ട പൂജകൾ ചെയ്താൽ മതി, പ്രസാദിച്ചോളൂ. ശരി, അങ്ങോട്ട് ചെല്ലു. മാഡത്തിന് ആ സാറ് ഭദ്രകാളിന്ന് വിളിച്ചു. ഭദ്രകാളിന്ന് വിളിച്ചു, അങ്ങനെയൊക്കെ വിളിക്കാൻ പാടുമോ? അത് നോക്കണ്ട. ഇനിയിപ്പോ എന്റെ അപേക്ഷ കൊടുത്തിരുന്നു, അതെന്താ ഈ അപേക്ഷ? നിങ്ങൾ പോയിട്ട് ആ മന്മഥൻ സാറിനെ കാണും. ഞാൻ കണ്ടു മാഡം, ഞാൻ ആ സാറിനെ കണ്ടു. ഒന്നുകൂടി പോയി കണ്ടിട്ട് വരൂ. ഒന്നും കൂടി കാണു. കണ്ടു. പോയി കാര്യം പറയൂ. കാര്യം ഇനി പറയണം. പിന്നെ അല്ലാതെ പോയി കാര്യം പറഞ്ഞിട്ട് വരൂ. സാറേ, ഒരു കാര്യം പറയാണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. എൻ്റെ മകളുടെ വിവാഹത്തിൻ്റെ ധനസഹായം അത് കിട്ടുമോ? ഞാനും അതിനെക്കുറിച്ച് ആലോചിച്ചുണ്ട്. ഞാനെന്താണെന്നറിയോ, ഞാനൊരു പാവപ്പെട്ട ആളാണ്. മരം കയറിയിട്ടൊക്കെയാണ് കുടുംബം കഴിഞ്ഞിരുന്നത്. ഇന്നാൾ ഒരു മരത്തിൻ്റെ മുകളിൽ നിന്ന് താഴെ വീണു. എന്നിട്ട് ആകെ തണ്ടലൊക്കെ ഒടിഞ്ഞ് ആസ്പത്രിയിൽ കുറേ കിടന്നു. പിന്നെ ഇപ്പോൾ വീട്ടിൽ വരുമാനത്തിന് വേറെ മാർഗ്ഗമൊന്നുമില്ല, പണിക്കൊന്നും പോകണില്ല. അപ്പോൾ എന്തെങ്കിലും സഹായം കിട്ടിയാൽ അതൊരു ഉപകാരമാണ്. നിങ്ങളെപ്പോലുള്ള സാധാരണക്കാരുടെ വേദനകളും പ്രശ്നങ്ങളും എങ്ങനെ പരിഹരിക്കാമെന്ന് ഞങ്ങളുടെ സംഘടന വളരെ ഗൗരവമായി ചർച്ച നടത്തി. അപ്പം എൻ്റെ കാശ് കിട്ടുമോ? പറയട്ടെ, നിങ്ങളെപ്പോലുള്ള സാധാരണക്കാരായ ജനങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കണമെന്നും അതിനനുസരിച്ച് സംഘടനയുടെ പ്രവർത്തകർ പ്രവർത്തിക്കണമെന്നും ഞങ്ങളുടെ പ്രസിഡന്റ് പറഞ്ഞു. അപ്പം എൻ്റെ കാശ് കിട്ടുമോ? ഞാനൊന്ന് പറയട്ടെ, എങ്ങനെ ഓഫീസ് കാര്യങ്ങൾ വേഗത്തിലാക്കാം എന്ന ഈ അപേക്ഷ പൂരിപ്പിച്ച് ഞങ്ങളുടെ സംഘടനയുടെ ഒരു പെട്ടി അവിടെ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇടും. അപ്പൻ്റെ കാശ് കിട്ടും. ആരുടെ അപ്പൻ്റെ? അല്ല, എൻ്റെ കാശ്, കല്യാണത്തിന്റെ കാശ് കിട്ടും. ഇത് പൂരിപ്പിച്ച പെട്ടിയിലോട്ട് ഇടും. ഇത് മലയാളം എനിക്ക് വായിക്കാനും എഴുതാനും മലയാളം അറിയില്ല. മലയാളം അല്ല, അത് ഇംഗ്ലീഷാ. അപ്പൊ പിന്നെ എന്താ കാട്ടുക? ഇത് പൂരിപ്പിക്കാനുള്ള ആൾക്കാർ പുറത്തിരിപ്പുണ്ട്. അവർക്ക് ചായ കുടിക്കാൻ എന്തെങ്കിലും കൊടുത്താൽ അവര് പൂരിപ്പിച്ചു തരും. എന്നാ സാറൊന്ന് പൂരിപ്പിച്ചു തരും. ഇത് അവരെ കൊണ്ട് കൊടുക്കണോ? പൂരിപ്പിച്ച പെട്ടിയിലിടണം. പെട്ടിയിലിടണം. പെട്ടിയിലിട്ട കാശ് കിട്ടുമോ? കിട്ടും. ഇപ്പൊ ചെന്ന് നേരെ മണ്ടോദരി മേഡത്തെ കാണും. ഞാൻ കണ്ടു. പോയി കാണും. കണ്ടു, നോക്കി. വന്നിട്ട് കണ്ടിട്ട് ഇതിവിടെ തരാൻ പറഞ്ഞു. അത് പൂരിപ്പിച്ചിട്ടൊക്കെ എന്തൊക്കെ കാട്ടണം അത് നോക്കി. അത് മാഡം, ഞാൻ എൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് അതിൻ്റെ ധനസഹായത്തിന് കൊടുത്തിരുന്നു. ആ പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല. 2 കൊല്ലമായി. അത് കിട്ടുമത്? അല്ല, ഈ വിവാഹ തലേന്നേ ബന്ധുക്കളും നാട്ടുകാരും ഒന്നും സഹായിച്ചില്ലേ? സഹായിച്ചു. എല്ലാരും കൂടിയിട്ട് ഒത്തുപിടിച്ച് നടന്നോണ്ട് ആ കല്യാണം കഴിഞ്ഞു. പക്ഷെ എന്നാലും കടം വീടിയിട്ടില്ല മാഡം. 50,000 രൂപ സർക്കാർ തരുന്നു പറഞ്ഞു. അത് കിട്ടിയ സർക്കാർ അങ്ങനെ എന്തൊക്കെ പറയുന്നു. ഇപ്പൊ തന്നെ ഞങ്ങളുടെ പെൻഷൻ പ്രായം കൂട്ടൂന്ന് പറഞ്ഞിട്ട് എത്ര നാളായി? നടന്നോ? അതുപോലെ അല്ലല്ലോ അത്. ഇത് മറ്റേ ധനസഹായല്ലേ, ധനസഹായം. അതൊക്കെ പോട്ടെ. എന്നാ അപേക്ഷ കൊടുത്തെന്നാണ്? അപേക്ഷിച്ചത് 2010 മിഥുനം 10. അയ്യോ, നിങ്ങൾ സമയം നോക്കാൻ പണിക്കരുടെ അടുത്ത് വന്നിരിക്കുന്നല്ല. ഇംഗ്ലീഷ് ഡേറ്റ് പറയൂ. ഇതാണതുണ്ട്, അത് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ സീനിയോറിറ്റി അനുസരിച്ച് ഡീൽ ചെയ്യുള്ളൂ. എന്താ അറിയോ, ഈ ആഴ്ചയിൽ ഇപ്പൊ പൈസ കൊടുത്തിട്ടില്ല, എന്റെ മകളെ അവൻ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തും പറയുന്നുണ്ട്. ചേട്ടൻ ഒരു കാര്യം ചെയ്യണം. മരുമകനെതിരെ ഒരു പേപ്പറിൽ അങ്ങ് എഴുതി കൊടുത്താൽ മതി. സ്ത്രീ പീഡനത്തിനെതിരെ കേസ് കൊടുക്കും പറഞ്ഞേ പേടിച്ചിട്ട് മകളെ വിളിച്ച് അങ്ങ് പൊക്കോളും. അതൊന്നും ചെയ്യാൻ പറ്റില്ല, അതൊക്കെ മോശമല്ലേ. ഓ നല്ല കുട്ടിയാ, കുഴപ്പമൊന്നുമില്ല. എന്താ പ്രശ്നം അറിയോ, ഓന്റെ സഹോദരിക്ക് വേണ്ടിയിട്ട് ഈ പൈസ കിട്ടിയിട്ട് വേണം കൊടുക്കുക, എന്നിട്ടാണ് ആ ഇടപാട് തീർക്കുക. അങ്ങനെ എന്റെ പൊന്ന് ചേട്ടാ, ഇതൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് വിവാഹ ധനസഹായ സെക്ഷൻ അല്ല. അവിടുത്തെ സാർ ഫാമിലി ടൂർ പോയിരിക്കുകയാണ്. ഇത് മരണാനന്തര ധനസഹായ സെക്ഷൻ ആണ്. മരിക്കുമ്പോ കിട്ടണ പൈസ. അതെ, അങ്ങനെ വല്ല കേസും ആണെങ്കിൽ പെട്ടെന്ന് ഞാൻ പാസ്സാക്കി തരും. ഇനിയിപ്പോ വല്ല ആത്മഹത്യ ആണെങ്കിൽ ഒട്ടും താമസിക്കില്ല. മരിച്ചാലേ ഇവിടുത്തെ പൈസ കിട്ടും. അതെ, പിന്നെന്തിനാ ഞാൻ ഇവിടെ വന്നത്? മന്മഥൻ സാറേ, ഒരു ടെമ്പററി അറേഞ്ച്മെന്റ് എന്തെങ്കിലും ചെയ്തു കൊടുക്ക്. അല്ല, ഞാൻ പറഞ്ഞല്ലേ അപേക്ഷ പൂരിപ്പിച്ച് സംഘടനയുടെ പെട്ടിയിലിടാൻ. അത് ചെയ്യട്ടെ. അപ്പൊ ചെല്ല്, സാർ ശരിയാക്കി തരൂ. എവിടെ ശരിയാവും? ഞാൻ ഇപ്പൊ കൊറേ നടക്കുന്നു. കാര്യങ്ങൾ നടക്കണ്ടേ? കാര്യങ്ങൾ നടക്കണില്ല. 2 കൊല്ലമായിട്ട് ഞാൻ അങ്ങനെ നടക്കുക. ഇവിടെ കയറി അവിടെ കയറി. എന്താ കാര്യം? ദാദാ,
എന്താ ഡേറ്റ് കൂടി വെച്ചോ. ഈ ഡേറ്റ് ഈ ഡേറ്റ് അതുകൊണ്ടൊന്നും കാര്യമില്ല. ഇപ്പം അവിടെ പോയി ഇവിടെ വന്നു ഇത് അവിടെ വെറുതെ ഇങ്ങനെ വർത്താനം പറയാന്നല്ലാതെ പിന്നെ പോയി ഇങ്ങനെ കാണുക. ഇനി എന്താ വേണ്ട സാറേ? ഇനി ഇരിക്കണോ? മാഡം പറഞ്ഞു ഇവിടെ വന്ന് സാറിനെ കാണാം. സാറ് അങ്ങോട്ട് പറഞ്ഞു അവിടെ കാണാം. ഞാൻ ഉണ്ടല്ലോ നോക്ക് സാറേ, ഞാനേ ഞങ്ങളുടെ വാർഡ് മെമ്പർ പറഞ്ഞിട്ട് വന്നതാ. എന്നാലേ ഒരു അപേക്ഷ എഴുതി മെമ്പർക്ക് കൊടുക്കണം. മെമ്പറുടെ സംബന്ധ വീട്ടിൽ നിന്ന് കൊണ്ടുതരും നിങ്ങളുടെ കാശ്. മെമ്പർ പറഞ്ഞിട്ട് വന്നതാണ്. നാളെ ഇനി മന്ത്രിയെങ്ങാനും ആയാലോ? മന്ത്രിയൊക്കെ ആവും. അതെ അതെ, ഞാനത് ഓർത്തില്ല. അപ്പൊ പഴയ അപേക്ഷ മതിയല്ലേ? പിന്നെ പോരെ. പക്ഷെ അപേക്ഷ ആ റൂമിനുള്ളിൽ ഇരിക്കുകയാണ്. അത് എടുക്കാൻ ഇവിടെ പ്യൂണില്ല. പ്യൂണ് ഇനി മകരവിളക്ക് കഴിഞ്ഞേ വരും. സ്വാമി അപ്പൊ അതൊന്ന് പോയി നോക്കി എടുത്തോണ്ടോ. അതിപ്പോ ഞാൻ നോക്കണം സാറേ. പിന്നെ ഞാൻ പോയി നോക്കുവോ? അല്ല, എനിക്ക് വായിക്കാൻ അറിയില്ലല്ലോ, എഴുതാനും വായിക്കാനും അറിയില്ല. മരുമകനെ മകളെയും കണ്ടാ തിരിച്ചറിയാവോ? അതറിയാം. എന്നാ അവരുടെ ഫോട്ടോ വെച്ച അപേക്ഷ നോക്കി അത് നോക്കി എടുത്തിട്ടോ. അങ്ങനെ നോക്കാലോ. അങ്ങനെ നോക്കിയാ മെമ്പർ പറഞ്ഞോട്ടാ. പോയിട്ടോ. ഞാൻ തന്നെ കണ്ടുപിടി.